ജീവിതത്തിന്റെ പലയിടങ്ങളിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് പ്രണയം. പല നിർവചനങ്ങൾ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഇതിന് പലരും നൽകാറുണ്ട്. അല്പം ചിന്തകളും ആനുകാലിക സംഭവങ്ങളുമായി നമുക്ക് തുടങ്ങാം. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. റോസ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞ നന്നായി കേട്ടോ. നമ്മള് ഒരു യൂത്തൊക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയാൻ ഈ പ്രേരണ എവിടുന്ന് കിട്ടിയേ? നമ്മള് KCMന്റെ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോഴും നമ്മുടെ ഒരു ഒഫീഷ്യൽ വേദികളിലൊക്കെ നമ്മള് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ, ഒരു 26-25 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരൊക്കെ കയറി നിന്ന് അവരുടെ വലിയ പ്രസംഗം അത് പൊതുവേദികളിലും ടൗണുകളിലൊക്കെ ആയിരിക്കും. ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വലിയൊരു സാക്ഷ്യമാണ്. അതെ അതെ തീർച്ചയായും. കാരണം നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിലും പറയാൻ മടിക്കുന്ന ഒരു വാക്കായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ മാതൃക കാണിച്ചാൽ അവർക്കും കൂടി പ്രചോദനമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. റോസ് പഠിപ്പിടവകാംഗമാണ്, ഒരു യുവ മതാധ്യാപികയാണ്. ഒപ്പം കഴിഞ്ഞ 2 വർഷങ്ങൾ KCYMന്റെ അതിരൂപതാ തലത്തിലെ നല്ലൊരു ഭാരവാഹിയായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം റോസിനോടൊപ്പം വർത്താനം പറയാൻ വേണ്ടി പറ്റുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. റോസ് ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമുക്ക് മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വിസ്മരിച്ച് കടന്നുപോയ എന്നാൽ വലിയ ചർച്ചയൊന്നും ആവാത്ത നമ്മുടെ സോനെ അറിയോ? സോന എൽദോസ്. നമ്മൾ ഇന്ന് സോന എൽദോസിന്റെ ജീവിത പരിസരങ്ങളാണ് നമ്മൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നേ? തീർച്ചയായും. കാരണം എന്നെ പോലെ ഉള്ളൊരു യൂത്ത് നമുക്ക് കൂടുതലധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സോന എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു 23 വയസ്സുള്ള ഒരു യുവതി, അവളുടെ ഒരു ലൈഫിൽ വന്ന ഓരോ ഇൻസിഡൻസ്, അവൾ കടന്നുപോയ സാഹചര്യങ്ങൾ, എങ്ങനെയാണ് അവൾ ഒരു മരണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവൾ എത്തിപ്പെട്ടത്. അപ്പോൾ അത് നമ്മൾ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. നമുക്കറിയാം, സോന എൽദോസ് റമീസ് എന്ന് പറയുന്ന ഒരു പയ്യനുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ പ്രണയം അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, ജീവിത വഴികളിൽ കൊണ്ടുപോകുന്നു. അതിനിടയിൽ വിവാഹത്തിനായിട്ട് മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു രജിസ്റ്റർ മാരേജിനൊക്കെ തയ്യാറാകുന്നു. അവൻ്റെ വീട്ടിലേക്ക് ഒളിച്ചോടുന്നു. അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. അവൾക്ക് അനുഭവപ്പെടുന്ന തിക്താനുഭവങ്ങളുടെ നടുവിൽ നിന്ന് അവൾ ജീവൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഒരു ചെറിയ സമ്മറി. നമുക്ക് ഈ സോന യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് യുവാക്കളുടെയൊക്കെ മുൻപിൽ നിൽക്കുകയാണ്. എന്റെ ചോദ്യം, ഇനി സോന ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു എന്നാ റോസ് കാണുന്നത്? ഇല്ല എന്ന് 100% പറയാൻ പറ്റത്തില്ല അച്ഛാ. കാരണം ചരിത്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഒരു തവണ ആവർത്തിച്ച്, രണ്ടാമതൊരു തവണ ആവർത്തിച്ച്, പിന്നെയും ഒരുപാട് ഇതിനു മുൻപ് പല ആൾക്കാർ കടന്നുപോയ സാഹചര്യത്തിലൂടെയും അതേ ജീവിത അവസ്ഥകളിലൂടെയൊക്കെയാണ് വീണ്ടും ഇന്ന് സോന എത്തിപ്പെട്ടത്. സോനയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാനിട്ടോ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഒരുപാട് ജീവിതങ്ങൾ അവൾ കണ്ടതിന് ശേഷമാണ് ഈ ഒരു ലൈഫിലേക്ക് അവൾ എത്തിപ്പെട്ടത്. അങ്ങനെയാണല്ലേ? ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ സോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതേ ഒരു യഥാർത്ഥത്തിലുള്ള പ്രണയമാണോ? അത് നമുക്ക് പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല അച്ഛാ. കാരണം ആ ഒരു വാക്കിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. പ്രണയം എന്ന് പറയുന്നത് അതല്ലല്ലോ. അല്ല. അപ്പം ഒരു പ്രണയച്ചതി, പ്രണയക്കുരുക്കൊന്നൊന്നും അല്ല ഇതിനെ വിളിക്കേണ്ടത്, അല്ലെ? പ്രണയം ചേർത്ത് വിളിക്കാതിരിക്കുന്നതാണ് അതാണ് നല്ലത്. പ്രണയം നടിക്കുക എന്ന് പറയുന്നതിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും പ്രണയം ഉപയോഗിക്കാതിരിക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കപടത നിറഞ്ഞ ഈ സ്നേഹത്തെ ഇതെന്നെ തിരിച്ചറിയാനുള്ള കഴിവും കപ്പാസിറ്റി ഒന്നും സോനയ്ക്കില്ലേ? ഇങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ മണ്ടിപ്പെണ്ണുങ്ങളാണോ? ഇങ്ങനെ ഇതൊന്നും റിയാലിറ്റി, നമ്മളിത് പ്രണയമല്ലെന്ന് നമ്മൾ പറയുന്നു, പ്രണയം ചമയമാണെന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാ പ്രോബ്ലം? പെട്ടെന്നൊരു മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു എടുത്തുചാട്ടം ആയിരിക്കണം. പക്ഷെ പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തയ്യാറാവാത്തതാണോ? പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാവാത്തതും ആയിരിക്കാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ മദ്യപിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ എടുക്കുന്ന ഒരാള് ആ ലഹരിയിലേക്ക് പോയി, ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോയി, പിന്നെ അവർക്ക് എന്താണ് അവരുടെ പരിസരങ്ങളിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള
ഒരു യാഥാർത്ഥ്യമാണ്. പ്രണയം ഒരു ലഹരിയാന്നൊക്കെ പറയുന്നത് പോലെ അന്ധമായ പ്രണയം, ഇതിനെ നമ്മൾ പ്രണയം എന്ന് വിളിക്കുകയല്ല. ഇല്ല. കാരണം ഈ ഇൻസിഡന്റിന്റെ ടോട്ടാലിറ്റി നിൽക്കുന്നത് പ്രണയത്തിന്റെ ആസ്പെക്റ്റിലല്ല. അല്ല. അപ്പൊ അങ്ങനെ ഒരു ഉന്മാദാവസ്ഥ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ. കാരണം എന്താ പറയാ, ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങി, പിന്നെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞത് വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ ഒരാൾക്ക് ഇപ്പോ ഒരു യുവാവുമായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കാത്തത്രയും രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ എങ്ങനെ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു രീതിയിലേക്കോ ആയി പോകുന്നു. നമ്മളെ ഈ റോസ് സംസാരിച്ചിട്ട് ഇടയ്ക്ക് റോസ് ട്രാപ്പ് എന്ന് പറഞ്ഞു. ഈ ട്രാപ്പാണ്, ഓക്കെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വിലയിരുത്തുന്നു. പക്ഷേ ഈ എന്തുകൊണ്ട് ട്രാപ്പിൽ അകപ്പെടുന്ന ആൾക്ക് കുറച്ചും കൂടെ ചിന്തിക്കാൻ, കുറച്ചും കൂടി വിചാരപ്പെടാൻ, കുറച്ചും കൂടെ ആളെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം, അതങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിന്റെ കൂടെ ഒരു വശമില്ലേ ഇതിന്റെ അകത്ത്? അവരും കൂടെ ചിന്തിക്കണ്ടായിരുന്നു. തീർച്ചയായും. എന്താ പറയാ, മേ ബി ഈ ബോധ്യങ്ങളില്ലേ, അത് ആഴത്തിൽ കിട്ടാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. സർഫേസ് ലെവൽ ഇതെല്ലാം അറിയാം ഒരാൾക്ക്, പക്ഷെ അത് കൂടുതൽ അതിന്റെ ഒരു ഡെപ്തില് അത് കിട്ടാത്ത ഒരു ആൾക്ക് ഒരിക്കലും അതിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷെ എന്നാലും സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ റിയാലിറ്റി ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ കേട്ട കാര്യങ്ങളോ പഠിച്ച കാര്യങ്ങളോ ഒന്നും അവിടെ പ്രയോഗിക്കാൻ പറ്റാതെ പോകുന്നതായിരിക്കണം. സോനയുടെ ഒക്കെ കേസിൽ അങ്ങനെയാണെന്ന് റോസ് പറയുന്നത് ക്ലിയർ ആണ്. ഞാനൊരു എക്സ്ട്രാ ഒരു സംശയം ചോദിക്കാം. നമ്മുടെ തലശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി പിതാവ് നമ്മുടെ യുവജന വേദിയിൽ വന്നിട്ടാണ് പിതാവ് പറഞ്ഞത്, നിങ്ങൾ പ്രണയിച്ചു, നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കണം, നമ്മുടെ സമുദായത്തെ പിടിച്ചു നിർത്തണം. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒത്തിരി ചർച്ച ചെയ്തൊരു വിഷയമാണ് അല്ലേ? അപ്പം റോസ് എങ്ങനെയാ പിതാവിന്റെ കമന്റിനെ കാണുന്നത്? കേൾക്കട്ടെ. വളരെ പോസിറ്റീവായിട്ട്. അല്ല, അത് എല്ലാവരും പോസിറ്റീവായിട്ടാ കാണുന്നത്. അന്ന് ഭയങ്കര കയ്യടി, വർത്താനം പറഞ്ഞിരുന്ന ആൾക്കാരും ഈ പിതാവിനെ ഇത് കേട്ടപ്പോ കയ്യടിക്കുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പിതാവ് ചുമ്മാ വെറുതെ അന്ന് കണ്ട യുവജനങ്ങളോട് ഒരു ആവേശത്തിന് പുറത്ത് പറഞ്ഞ ഒരു വർത്തമാനമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം തികഞ്ഞ ബോധ്യത്തോടെയും ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളെക്കാളൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ അഭിനന്ദ പിതാവ്. പിതാവിന്റെ ആ ഒരു ബോധ്യത്തിന് പുറത്ത് പിതാവ് യുവജനങ്ങളോട് ഒരു ആഹ്വാനം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. അത് ചുമ്മാ കേട്ട് കളയാതെ അത് എന്താണ് പിതാവ് ഉദ്ദേശിച്ചത് എന്ന് അവിടെ കൂടിയിരുന്ന പലർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. പ്രണയം എന്നതുകൊണ്ട് പിതാവ് ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ യഥാർത്ഥ പ്രണയത്തെയാണ്, അല്ലാതെ ഈ അങ്ങനെയാണ് യഥാർത്ഥ പ്രണയത്തിന്റെ 2-3 ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാലോ. അച്ഛനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നത് ജോസഫ് അന്നൻകുട്ടി ജോസ് ഇല്ലേ, ആളുടെ ഓരോ റീൽസിൽ ഞാനിങ്ങനെ കണ്ടു. അതായത് അതിന്റെ എക്സാക്ട് കോട്ടിങ് അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലെ ഒരു സാരാംശം ഇങ്ങനെയായിരുന്നു. ലൈക്ക് നമ്മൾ ഒരാളെ പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവർക്ക് ഒരു മാർക്ക് കൂടെ അല്ലെങ്കിൽ ഒരു ലെവല് കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പ്രണയം മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രണയം കാരണമാവുന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതൊരു റീസൺ ആവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാം. സാധാരണ പ്രണയിച്ച അവൻ പൊട്ടും, അവൾ പൊട്ടും. അതെ അതെ അതെ, ഇതാണ് പ്രണയം. അപ്പോ നമ്മുടെ പിതാവ് ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. കാരണം ജോസഫ് അന്നൻകുട്ടി ജോസ് ഇതേപോലെ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള സ്നേഹം ഒരു പടി കൂടെ കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കൊരു അപ്ഗ്രഡേഷൻ, ടോട്ടലി നമ്മുടെ ക്യാരക്ടറിൽ നമ്മുടെ ഒരു ഗ്രോത്ത്, അത് നമുക്ക് മറ്റൊരാൾ കാരണം വരുന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ടുള്ള നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് അതാണ് ദ റിയൽ തിങ്. ഇതാണ് പിതാവ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിയലി, അതായത് പിതാവ് ഉദ്ദേശിക്കുന്ന നമ്മുടെ സമുദായം വളരണമെന്ന് പറയുമ്പോഴും നമ്മളിൽ ഇങ്ങനത്തെ ഒരു പ്രണയം, നല്ല ഒരു പ്രണയം, ഈക്വലി ഒരാള് മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ രണ്ടുപേരും അവരുടെ ഈക്വൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും അതിന് നമുക്ക് പ്രണയം എന്ന് വിളിക്കാം. ഞാനിതിപ്പോ പറഞ്ഞത് പിതാവ് പറഞ്ഞ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്താണ്. പിതാവ് ഇതിന് മുൻപുള്ള വേദികളിലും ഈ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിതാവ് പറയുന്ന വേറൊരു ആസ്പെക്ട്, അതിനെക്കുറിച്ച് ഞാൻ റോസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. പിതാവ് പറയും, നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൂടി ഇതൊന്ന് അറിയിക്കണം എന്ന് പറയും. നടക്കുവോ റോസെ? നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും വെച്ചാ. എന്താണോ, നമ്മള് പറഞ്ഞ പ്രണയമാണെങ്കിൽ ഇത് നടക്കും. കാരണം
മനസ്സിലായോ? കാരണം ഇത് രണ്ടുപേരുടെയും ടോട്ടൽ ഗ്രോത്ത് ആണ് ഒരു പ്രണയത്തിൽ നടക്കുന്നതെങ്കിൽ അത് മാതാപിതാക്കൾ അറിയുന്നതിനെ കൊണ്ട് ഉറപ്പായിട്ടും. ഒരു കാരണം ബുദ്ധിമുട്ടും ഇല്ലല്ലോ. റോസ് പറഞ്ഞാണെങ്കിൽ ഈ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ പോലും ഒരു ചേഞ്ച്. അതെ അതിൽ വരെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് അവിടെ കാണുന്നത്. അപ്പൊ പിന്നെ മാതാപിതാക്കളോ ഈവൻ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സമൂഹം തന്നെ അറിയുന്നതിൽ അവിടെ തെറ്റൊന്നുമില്ല. ശരിയാ റോസെ. ചിലര് പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഭക്തന്മാരായി മാറും, പള്ളി ചിലര് പഠിപ്പികളായി മാറും, ചിലര് വലിയ സൽസ്വഭാവികളായി മാറും. അല്ല, നമുക്ക് അങ്ങനെ ഷിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അതായത് ആര് പ്രണയിച്ചാലും പ്രണയത്തിലൂടെ ഒരു വളർച്ച എന്ന് വെച്ചാൽ അവരുടെ ജോലിയിലും അവരുടെ പഠനത്തിലും അവരുടെ സ്വഭാവത്തിലും മുഴുവനായിട്ടും ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അതുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രണയം എന്ന് വിളിക്കാം. അപ്പൊ നമ്മളിപ്പം റോസിന്റെ വിഷനിലൂടെയാണ് ഇത് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ പ്രണയത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ യൂത്തിനൊക്കെ അവർക്കുള്ളത് ഒരു റിയൽ ഇങ്ങനെ ഒരു സെൽഫ്ലെസ് ലവ് ഉള്ള ഒരു പാർട്ട്ണർ ആണോ ഒരു കമ്പനി ആണോ എന്നൊക്കെ വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫ് ഇവാലുവേഷൻ വളരെ നല്ലൊരു തീർച്ചയായിട്ടും പോയിന്റ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് ഈ സോനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സോന ഇങ്ങനെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയായിരുന്നോ? പറ്റുമോ? സോന ഷെയർ ചെയ്തിട്ടുണ്ടാവാതിരിക്കാനാണ് ഒരു 80% ചാൻസ്. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരാൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്രയും ജീവിതം മടുത്തു പോയ ഒരു സിറ്റുവേഷനിലായിരിക്കില്ല. അല്ലെങ്കിൽ അത്രമേലും ഒരു ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരാൾ മാത്രമേ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. കാരണം അച്ഛനറിയാലോ, നമ്മളൊരു ചെറിയൊരു മുള്ളു കൊള്ളുമ്പോൾ പോലും നമ്മളെ അത് ഒരുപാട് അസ്വസ്ഥപ്പെടുത്തും. നമുക്കൊരു വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരും. അപ്പോൾ ഒരു ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അത്രമാത്രം മടുത്ത ഒരാളെ അതിനു വേണ്ടി നിൽക്കുള്ളൂ. അപ്പോൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തായിരുന്നെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നിന്ന് അവള് പിന്തിരിഞ്ഞാണ്. ഒന്നാമത് സോന ഒരു സോഷ്യൽ ഐസൊലേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആരുമില്ല, കൂട്ടുകാരില്ല, മാതാപിതാക്കളോട് സംസാരിക്കാൻ വയ്യ, പിതാവ് ഈ അടുത്ത കാലത്ത് മരിച്ചു പോയതിന്റെ ഒരു ഭാരമുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം രണ്ടു വശമുണ്ടേ. 80% ഇതിനാണ് സാധ്യത. ബാക്കി ഒരു 20% ഞാൻ വിചാരിക്കുന്ന ഇതൊക്കെ മേ ബി ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ആ ഷെയർ ചെയ്ത ആൾക്ക് ഇതിനെ ഒരു പോസിറ്റീവായിട്ട് അവൾക്കൊന്ന് എന്താ പറയാ ഒന്ന് കൺവിൻസ് ചെയ്തിരിക്കാനോ അങ്ങനെയും സാധ്യതയുണ്ടല്ലോ. എത്രമാത്രം മെച്യൂർഡ് ആയിട്ടാണ് ഈ റിസീവ് ചെയ്തയാള് ഇതിനോട് റെസ്പോണ്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. കാരണം ഒരു ആള് മറ്റൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ നീ അതെങ്ങനെയെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊക്കെയാ ചോദിക്കുന്നെങ്കിൽ പിന്നെ അത് പറയാനും മടിക്കും. പറഞ്ഞതോടുകൂടി പിന്നെയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും ആളുടെ ഉള്ളിലെ ആ ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ തീർച്ചയായും കേട്ടയാൾക്കും അതെങ്ങനെയാ റിസീവ് ചെയ്തത്. ഞാൻ റോസിനോടെ നമ്മൾ ഒത്തിരി കൊടുക്കുന്നവരാണ്. നമ്മൾ കണ്ടോ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. റോസിന് തന്നെ അറിയാം നമ്മുടെ ഒരു മതബോധനത്തിന്റെ പ്രക്രിയയിൽ ഏർപ്പെടുമ്പം നമ്മൾ എന്തുമാത്രം ഇൻപുട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക്, വ്യത്യസ്തമായ സംഘടനകളിലൂടെ എല്ലാവർക്കും മരണം വരെ നമ്മൾ ആവശ്യമുള്ളത് കൊടുത്തോണ്ടിരിക്കുക, മോഡിഫൈ ചെയ്യുക. പക്ഷെ ഇതൊക്കെ ഇഫക്റ്റീവ് ആകുന്നുണ്ടോ? റോസിന് എന്നാ തോന്നുന്നത്? നമ്മുടെ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കാൻ കാണുകയൊക്കെ ചെയ്യുമ്പം എല്ലാം കുടങ്ങുമെഴുത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നും. അങ്ങനെയല്ല വെച്ചാ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ ഒരു തിരുവാതിരസഖ്യം തുടങ്ങി നമ്മള് എന്താ പറയാ KCC മാതൃവേദിക്കാർക്ക് വരെ, അല്ലെങ്കിൽ വേണ്ട യൂത്ത് വരെ, KCYM വരെ നമ്മൾ പ്രവർത്തിക്കുന്നു. എല്ലാം കൊടുക്കുന്നു നമ്മള്. അതായത് ക്ലാസ്സുകളായിട്ട്, സെമിനാറായിട്ട്, എല്ലാവർക്കും വേണ്ടതൊക്കെ നമ്മള് ആവശ്യത്തിലധികം കൊടുക്കുന്നു. പക്ഷെ കൊടുക്കുന്നത് അങ്ങനെയല്ല, അത് കൊടുക്കുന്നു, എല്ലാം നന്നായിട്ട് തന്നെ കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് കൊടുക്കുന്നതിന്റെ പ്രശ്നം ആണോ, അതായത് എന്താ പറയാ അതിന്റെ ആ ഒരു റിസോഴ്സസിന്റെ പ്രശ്നമല്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കണം. അതായത് ഞാൻ ചോദിക്കട്ടെ, ന്യൂജൻ തലമുറയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാതെ പോകുന്നുണ്ടോ? ന്യൂജൻ തലമുറയെ മാത്രമല്ല വെച്ചാ ഒരു കുറച്ച് നാൾ മുമ്പ് തൊട്ട്. കാരണം 23 വയസ്സുള്ള സോന അത്രയ്ക്ക് അങ്ങ് ന്യൂജൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, റോസിന് ഒരു 12ാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ റോസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റോസിന് കിട്ടിയതൊക്കെ ഓക്കെ ആണോ? എനിക്ക് കിട്ടിയത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഓക്കെയാണ്. എന്താ പറയാ, കോമൺ ആയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്
പലതും നമുക്ക് കിട്ടുന്നുണ്ട്, ആ. ഒരുപാട് കിട്ടുന്നുണ്ട്. ആ. ധ്യാനങ്ങളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും ഞാൻ അത്യാവശ്യം പറഞ്ഞാൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, ആ. നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ അത് തരുന്ന രീതി എല്ലാവർക്കും സ്വീകാര്യമായ രീതിയാണോ എന്നുള്ള ഒന്ന് ചിന്തിക്കണം. ഒരു ടാക്ടിക്കലുള്ള ഒരു ചേഞ്ച്, ഒരു മെത്തേഡ് ഉണ്ടല്ലോ, കൊടുക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മോഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം സിസ്റ്റത്തിൽ വരുത്തേണ്ട കുറച്ച് ഒരു അഴിച്ചുപണികള് അതെനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ എല്ലാ ഫീൽഡിലും അതൊരു അനിവാര്യതയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഒത്തിരി കൊടുക്കുന്നവരാണ്, ആ കൊടുക്കുന്നവര് ഇനി നമ്മുടെ കൊടുക്കലുകളിലെല്ലാം ഒരു കമ്പൽഷൻ ഉണ്ട്, ഒരു നിർബന്ധ ബുദ്ധി. തിരിഞ്ഞോ? ഇപ്പം സെലക്ഷൻ ഒന്നുമില്ല, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യണം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സോനയിലാണ്, നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് നമ്മളിലാണ്, തിരിഞ്ഞോ? നമ്മുടെ പരിസരങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നു സോന ഒരു പാഠപുസ്തകമായിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഇത് ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ല ഇങ്ങനെ ഒരു കാര്യം. പക്ഷെ നമ്മുടെ യുവാക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പലതും കൊടുക്കുന്നുണ്ട്, അത് എത്തിപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ആർക്കാണ് നൽകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാലമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റോസിന് എന്നാ അഭിപ്രായം? എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം എന്താ പറയാ, സോനയ്ക്ക് ഇതൊന്നും കിട്ടാനിട്ടല്ലോ. അല്ല, സോന പള്ളിയിൽ പോവുകയും വേദപാഠം പഠിക്കുകയും എന്താ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. കൃത്യമായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്നാലും അതിനെല്ലാം ഒരു സാധ്യതയുണ്ട് അവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതെല്ലാം കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈഫിലേക്ക് അവൾ എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതൊന്നും കൊടുക്കാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടുമല്ല, പക്ഷെ എവിടെയോ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു കാര്യം പറയാമേ, നമ്മളൊക്കെ ഇപ്പം ഒരു യൂത്തിന്റെ ഒരു ഇവന്റ് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് 5 ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് കൂട്ടുക. അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമിന് ഒരു ക്യാമ്പിന് നമ്മൾ യൂത്തിനെ വിളിക്കുന്നു. നമ്മൾ ആ ക്യാമ്പ് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അടിപൊളി എന്ന് പറയുന്നു. അടിപൊളി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യം കൊണ്ടാണോ അടിപൊളി എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. അതെ, കാരണം അവർക്ക് ഇഷ്ടമുള്ള ചിലത് മാത്രം അവര് റിസീവ് ചെയ്തിട്ട് അതാണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രക്ചറിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് റീചെക്ക് ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം ഇതുവരെ കൊടുത്തൊന്നും മോശമാണെന്നോ പോരാന്നോ അല്ല, പക്ഷെ കൊടുത്ത കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്, പക്ഷെ അത് കൊടുക്കുന്ന രീതിയിലുള്ള ചില ചേഞ്ചസ്. ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളിലെ ഈ സൗഹൃദങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ടോ? നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ. ഇപ്പൊ റോസ് എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 1ാം ക്ലാസ്സിലാണ്. നല്ല കാര്യം. 1ാം ക്ലാസ്. ഈ നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ യഥാർത്ഥത്തിൽ സൗഹൃദങ്ങൾ, എനിക്ക് എന്റേതായ ഒരു ധാരണയും ചിന്തയൊക്കെ ഉണ്ട്. ഞാൻ റോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ സൗഹൃദങ്ങൾ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഒരു പരിധി വരെ വളരുന്നുണ്ട് എന്ന് പറയാം. കാരണം അവർക്ക് കിട്ടുന്ന ഒരു സ്പേസ്, ഇപ്പോ ഉദാഹരണത്തിന് അച്ഛനെ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. കാരണം പള്ളിമുറ്റത്ത് ചെന്ന് ഒരു പറ്റം യുവജനങ്ങള്, മിക്സഡ് ഗ്രൂപ്പ്, അവര് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് 5-10 മിനിറ്റ് ആണെങ്കിൽ അതിനാർക്കും ഒരു വലിയ പ്രശ്നങ്ങൾ ഇല്ലായിരിക്കാം. പക്ഷെ ഒരു അരമണിക്കൂർ അവരവിടെ തന്നെ ഇരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ ഇവർ എന്തിനെ കുറിച്ചാണ് മിണ്ടുന്നത്, ഇവരിവിടെ ഇരിക്കേണ്ട അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള പലവിധ ചോദ്യങ്ങള്, അതിനെക്കുറിച്ചുള്ള ക്രിറ്റിസൈസിങ് എല്ലാം പല ഭാഗത്തു നിന്നായിട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു പരിധി വരെ അവിടെ ഇരിക്കുന്നതിനോടോ തമ്മിലൊന്ന് സംസാരിക്കുന്നതിനോടോ അവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനോടൊക്കെ പാരന്റ്സോ അല്ലെങ്കിൽ ഈവൻ വളരെ ചുരുങ്ങിയ ചില കേസിൽ ചിലപ്പോൾ അച്ഛന്മാരോ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയിരിക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാവേ, നമ്മൾ നമ്മുടെ ഇടവകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സൗഹൃദങ്ങളൊന്നും രൂപപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. ആ കാര്യത്തിൽ നമ്മൾ കുറവാണ്. അങ്ങനെ തോന്നുന്ന ഒരു എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടപ്പെട്ടവരാരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, അങ്ങനെയുള്ള തോന്നലുകളുടെയും കൂടിയൊക്കെ ഔട്ട്കം ആണ് ഇപ്പം ഇതര മതസ്ഥരെയൊക്കെ പോയി ഇങ്ങനെ സ്നേഹിക്കുക. ഒരിക്കലും മതം കൊണ്ടോ ആചാരം കൊണ്ടോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അനുരൂപപ്പെടാനോ ഒന്ന് ചേർന്ന് പോകാൻ പറ്റാത്തവരുമായിട്ട് ഒരു ബന്ധത്തിലേക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചുമ്മാ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത് ഒരു തോന്നല്. ഞാനിപ്പം പലയിടത്തും ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ ഒരു ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മുഴുവൻ പേരുടെ പേരൊന്നും അറിയില്ല. കാരണം ഒരു ബോയ്ക്ക് അറിയാവുന്നത് അവന്റെ സെറ്റപ്പിലുള്ള അവന്റെ കൂട്ടുകാരന്മാരുടെ മാത്രം, ആൺകുട്ടികളുടെ മാത്രം കുറച്ച് പേരുകൾ അറിയാം, പെൺകുട്ടികളുടെ ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ശത്രുക്കളെ പോലെയൊക്കെയാണ് കരുതുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പള്ളിമുറ്റങ്ങളിൽ നിന്ന് തന്നെ
നമ്മൾ മാറണം. അതായത് 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന റോസൊക്കെ കുട്ടികളെ ആ ഒരു നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴാണേലും അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായും തോന്നുന്നു. അല്ലേ? അതെ, കാരണം ഇപ്പൊ നമ്മള് 1ലേയും 2ലേയൊക്കെ കുട്ടികളോട്, ചെറിയ കുട്ടികളോട് പറയുകയാണെങ്കിൽ അവർക്കൊക്കെ അത് പിന്നെയും ഓക്കെയാണ്. പക്ഷെ ഇതേ കാര്യം നമ്മൾ ഒരു മിക്സഡ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ ഒരു 6ലോ 7ലോ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ അവർക്കത് ഒരിക്കലും പറ്റില്ല. അവരുടെ ഏജിൻ്റെതായിട്ടുള്ള ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അവര് വലിയ അകൽച്ച കാണിക്കുന്നതിന്റെ ഒരു കാരണം നമ്മളെ പോലുള്ള ചില അധ്യാപകരോ അല്ലെങ്കിൽ പണ്ടവർക്ക് ബേസിക് ഫോർമേഷൻ കൊടുത്ത കാലത്ത് കിട്ടാതെ പോയ ചില കാര്യങ്ങളുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചോദിച്ചോട്ടെ ഞാന്, നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്താൻ പഠിക്കാത്ത ഒരാൾക്ക് നല്ല പ്രണയം രൂപപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പറ്റിയല്ലോ. അച്ഛാ, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ സോനയുടെ കേസില് ഇപ്പം സോന അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവൾക്ക് എവിടെ നിന്നും കിട്ടാതെ പോയത് കൊണ്ടായിരിക്കും. കാരണം ഒരിക്കലും നല്ല സുഹൃത്തുക്കളുള്ള ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം അത്രമേലും ആത്മാർത്ഥ സൗഹൃദം ആരെങ്കിലും ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് എവിടെ നിന്നെങ്കിലും വരുമ്പോൾ അവൾ അത് എന്തായാലും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമുക്ക് സുഹൃത്ത് ബന്ധം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, ആത്മാർത്ഥ സൗഹൃദം ഒന്നും വിളിക്കത്തില്ല. അപ്പൊ തീർച്ചയായും എനിക്ക് തോന്നുന്നു അത്രമേലും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എവിടെന്നെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ. ഈ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രണയത്തെ കുറിച്ച് സോന ആദ്യമായി ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ സോന ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ട്രബിൾസ് ഇതിന്റെ അകത്തുണ്ട്. നോക്ക്, നിന്റെ മതം ഒന്ന്, അവന്റെ മതം വേറൊന്ന്, നിങ്ങളുടെ ആചാരങ്ങൾ വേറൊന്ന്, ജീവിത സാഹചര്യങ്ങൾ, സോഷ്യൽ അക്സെപ്റ്റൻസ്, ഇതിനെക്കുറിച്ചെല്ലാം ഓർമ്മപ്പെടുത്തിയാലാണ് അത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആവും. നേരത്തെ നമ്മൾ പ്രണയത്തിന് കൊടുത്ത അതേ നിർവചനം നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം ഈക്വലി രണ്ടുപേരും ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മാർത്ഥ സൗഹൃദം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ കുറെ ഇൻപുട്ട് കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല സൗഹൃദങ്ങളെ നമ്മൾ നന്നായി ബൂസ്റ്റപ്പ് ചെയ്യാൻ പഠിക്കണം. തിരിഞ്ഞോ? അതിപ്പോ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ നല്ല സൗഹൃദങ്ങളെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നിടത്താണ് ഒരു മച്വർ മൈൻഡ് രൂപപ്പെടുന്ന. അവിടെ നിന്നാണ് നല്ല പ്രണയങ്ങൾ രൂപപ്പെടേണ്ടത്. അതായിരിക്കും പാമ്പളാനി പിതാവ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നത് നമുക്ക് തീർച്ചയായിട്ടും. ഇല്ല പിതാവിന്റെ അത്രയും കോൺഫിഡൻസോടെ ഒരു കാര്യം പ്രത്യേകിച്ച് യൂത്തിനോട് തീർച്ചയായിട്ടും. അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയ വെച്ചാൽ ഈ സോനയുടെ ഒരു കേസിലെ, കാരണം സോന കടന്നുപോയ വഴികളിൽ അത് ചിന്തിക്കുമ്പോൾ ഇപ്പൊ എല്ലാരും പറയും, അതായത് സോനയുടെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവൾക്ക് ഒന്നും അറിയാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കലും നമുക്ക് സോനയെ ഒറ്റയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല സോനയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരാരും ആവട്ടെ, അവരെയും നമുക്ക് മുഴുവനായിട്ടും എന്താ പറയാ, അവര് കാരണമാണ് എന്ന് നമുക്ക് പറഞ്ഞ് ഒഴിവാക്കി പോകാൻ പറ്റില്ല. കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാരും ലിങ്ക്ഡ് അല്ലേ, ഫുൾ കണക്റ്റഡ് ആണ്. അപ്പൊ അതില് വെരി ബേസിക് ഫാമിലി മുതല് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സൊസൈറ്റി മുഴുവനും ഇതിലൊരു പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മളിപ്പം ഒരിക്കലും സോനയുടെ മാതാപിതാക്കളെ ഒന്നും കുറ്റപ്പെടുത്താൻ പോവല്ല, പക്ഷെ മറിച്ച് ഇനി ഒരു സോന ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ ചുറ്റുപാടുകളിലെ മാതാപിതാക്കള് ഒരു മുൻകരുതലൊക്കെ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഉണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു ഓപ്പൺനെസ്, ഒരു ടോട്ടൽ ഓപ്പൺനെസ് ഒക്കെ മാതാപിതാക്കളുടെ അടുത്ത് കിട്ടുന്നുണ്ടോന്ന്, അവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അതിനെയൊക്കെ എങ്ങനെയാ കാണുന്നേ? ഇപ്പം സ്കൂളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേൾക്കാം, ഇവർക്ക് എന്തിന്റെ കുറവാ മാം, കാരണം നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് എക്സ്ട്രാ ക്ലാസ്സിന് വിടുന്നു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നു, അതായത് എന്തൊക്കെ അവൈലബിൾ ആക്കാൻ പറ്റുമോ മെറ്റീരിയൽ ലവ്, അതാണ് അവര് കൊടുക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞാല്. പക്ഷെ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് പാരന്റ്സ് തിരിച്ചറിയാൻ പലപ്പോഴും കാര്യങ്ങളൊക്കെ വേണം, അതൊരു ജീവിതത്തിന്റെ നെസസിറ്റിയാണ്. തീർച്ചയായും. പക്ഷെ അതിനപ്പുറം എന്തോ നമ്മുടെ അവിടെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ തിരയുന്ന മിസ്സിംഗ് പാർട്ടില് കുടുംബത്തിൽ മിസ്സാവുന്ന സാധനം തീർച്ചയായും. കാരണം അറിയില്ല, ചിലപ്പോൾ സോനയ്ക്ക് നഷ്ടപ്പെട്ടതും ഒന്നിതാവാം, ഒരെണ്ണം പറയാൻ പറ്റില്ല. ചിലപ്പോ സോനയ്ക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല നമുക്ക്. അപ്പോ നമ്മൾ ഗസ് ചെയ്യുന്ന ഇതൊക്കെ, കാരണം ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പറയാം എന്ന് മാത്രം. അപ്പോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്കൊരു ടൈം പാരന്റ്സിന്റെ കൂടെ, ക്വാളിറ്റി ടൈം, ശരിക്കും അതെ, ഒരു ക്വാളിറ്റി ടൈം. ഈവൻ ഇനിയിപ്പോ വർക്ക് ചെയ്യുന്ന പാരന്റ്സ്, നമുക്ക് പറയാൻ പറ്റില്ല അവര് വർക്കെല്ലാം ഉപേക്ഷിച്ച് കുട്ടികൾക്ക് വേണ്ടി ഇരിക്കണം എന്നല്ല,
പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഇരിക്കുമെങ്കിൽ പോലും ഒന്ന് ഒരു ഓപ്പൺ ഷെയറിങ്, അവരുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പാരന്റ്സിനും കുട്ടികൾക്കും പറ്റണം. അത് തീർച്ചയായിട്ടും സംഭവിക്കണം. അത് നമ്മുടെ ഇപ്പം ഒരപ്പന്റെ കയ്യിൽ കാശില്ലെങ്കിൽ ആ കാര്യവും കൂടെ പറയണം, എന്നാലാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും. എല്ലാം കുട്ടികൾ അറിഞ്ഞു വളർന്നാൽ മാത്രമേ അവർക്ക് എന്താ പറയാ അവരുടെ ലൈഫിനോട് തന്നെ ഒരു വാല്യൂ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കിട്ടുന്നു, യാതൊരുവിധ പ്രശ്നവും ഇല്ല, അവർ കൂളായിട്ട് ജീവിച്ചു പോകുന്നു, അപ്പന്റെ അമ്മയുടെ ഒരു എഫേർട്ട് പോലും അവർ അറിയാതെയാ പോകുന്നതെങ്കിൽ അവർക്ക് ഈ ലൈഫ് അവസാനിപ്പിക്കാനും ആ ഒരു മിനിറ്റ് മതി. ഈ എഫേർട്ട് അറിയുന്നില്ലെങ്കിൽ ഒരു സ്നേഹം മാതാപിതാക്കളോടൊക്കെ ഉണ്ടാവുമോ? ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ കുടുംബവും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? അവരും ഒന്ന് ചിന്തിക്കണം, ഒരു ക്വാളിറ്റി ടൈം എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ആ ക്വാളിറ്റി ടൈമിലായിരിക്കണം ശരി തെറ്റുകളെ പഠിപ്പിക്കുന്നത് അല്ലേ? നന്മ തിന്മകളെ വേർതിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം എന്നല്ല, പക്ഷെ അവര് അത് എന്തും പറയാനുള്ള ഒരു സ്പേസ് പാരന്റ്സ് കൊടുത്തിരിക്കണം. കുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് വന്ന് ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ. നമ്മൾ സോനയുടെ കാര്യം അനലൈസ് ചെയ്ത് വരുമായിരുന്നല്ലോ. ഇപ്പൊ നമ്മളൊരു സെക്യുലർ വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പം ഒരു സെക്യുലർ വേൾഡ് നമ്മളിങ്ങനെ കണ്ടമാനം ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാരും പറയുന്നത് എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ താല്പര്യം, അതിൻ്റെ അകത്ത് മതം ഏതായാലും ഇപ്പൊ എന്നതാ, നമ്മളെ സ്നേഹിക്കുന്ന അറിയുന്ന ഒരാളുടെ കൂടെ ജീവിക്കുവല്ലേ വേണ്ടേ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കോമൺ ആകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ റോസ് എന്നാ മറുപടി പറയുന്നത് കേൾക്കട്ടെ. എന്താ പറയാ, ശരിക്കും നമ്മള് ഒരു രീതിക്ക് ചിന്തിക്കും, അതായത് ഒരു രണ്ട് പാർട്ടായിട്ട് നോക്കിയാൽ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്താ പറയാ, ഒരു ബേസിക് ഹ്യൂമാനിറ്റി നഷ്ടപ്പെടാതെ മനുഷ്യരെ ജീവിക്കണം. അത് ഏത് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവർക്കൊരു എന്താ പറയാ, മനുഷ്യൻ നന്നായാലും മതി എന്ന് ചിന്തിക്കുന്ന അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഉണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം റിലീജിയൻ കളഞ്ഞിട്ട്, അതായത് എന്താ പറയാ, ആസ് എ ക്രിസ്ത്യൻ നമ്മള് ഫോം ചെയ്തു വന്ന ഓരോ എന്താ പറയാ നമുക്ക് കിട്ടിയ ഓരോ മൂല്യങ്ങളുണ്ടല്ലോ, നമ്മള് ഓരോ ദിവസവും പഠിച്ചും കണ്ടും അറിഞ്ഞും കേട്ടും വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന ഓരോ സംഭവങ്ങള്, അത് ടിൽ ദ എൻഡ് കീപ് ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടിയ മൂല്യത്തിന്റെ പേരാണ് ഈശോ. നമ്മൾ പറയുന്ന ഇപ്പൊ ഈ സെക്യുലർ വേൾഡിലൊക്കെ പലരും സംസാരിച്ചു വരുന്ന ഒരു കാര്യത്തിന്റെ അന്തസത്ത ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പം വേറൊന്ന എന്ന് വെച്ചാൽ, ദൈവമായിരുന്ന ഒരാള് മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് നമ്മളോട് പറയാ ഏറ്റവും നല്ല മനുഷ്യനായി നീ മാറണം, നിന്റെ സഹോദരനായി, അയൽക്കാരനായി, കൂട്ടുകാരനായിട്ടൊക്കെ മാറണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. തിരിഞ്ഞോ? അപ്പൊ ഈശോ പറയുന്ന കൺസെപ്റ്റ് നീ നല്ല മനുഷ്യനാവുക എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പം അത് ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. അപ്പം നമ്മുടെ ഈ മതാചാരത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോടെയൊക്കെ ജീവിത പരിസ്ഥിതി ജീവിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ വിറ്റ്നസിങ് വാല്യൂ ഉണ്ട്. അപ്പം നമുക്ക് ഏത് മതമായാലും പറ്റിയല്ല. തിരിഞ്ഞോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിന്റെ പരിപാലനയിലാണ് നമ്മൾ വഴി നടത്തപ്പെടുന്നത്. ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. ഇല്ലെങ്കിൽ എല്ലാരും പറയും ഞാൻ ദൈവത്തെ വിശ്വസിച്ചാൽ പോരെ, ഞാൻ എന്തിനാ ഈ ആചാരം നോക്കുന്നു? ഈ ആചാരങ്ങളും അതിന്റെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ? ഇത് കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഗാന്ധിജി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ക്രിസ്തുവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്തുവിന്റെ അനുയായികളെ ക്രിസ്ത്യാനികളെ എനിക്ക് ഇത് കണ്ടമാനം ഇപ്പൊ കൂടുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ഒരു ക്രിസ്ത്യാനിയായി മാറണം. മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ തോന്നത്തക്ക രീതിയിലുള്ള ക്രിസ്ത്യാനിയായും മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവനായിട്ട് മാറണം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം എങ്ങനെയാണോ, നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഉള്ളൊരു വേൾഡ്, സെക്യുലർ വേൾഡിന്റെ വലിയൊരു അധിനിവേശം നമ്മളിലുണ്ട്. അതിനപ്പുറം ഞാൻ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ അതിനപ്പുറം ഞാൻ ദൈവത്തോട് ചേർന്നവനാണ്, ഒരു ദൈവമകനാണ്, ദൈവമകളാണ്. എന്റെ അസ്തിത്വത്തിന്റെ, എന്റെ എക്സിസ്റ്റൻസിന്റെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് റിലേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വലിയ കടമയുണ്ട്. അതിനുള്ള പ്രൂഫ് നമുക്ക് ആവശ്യത്തിലധികം ഉണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുന്നതല്ലോ, വിത്ത് എവിഡൻസ് നമുക്ക് പറയാനുണ്ട്. ഇത്ര സംബന്ധിച്ച റോസിനോട് എന്റെ ഒരു അവസാനത്തെ ചോദ്യം, ഇപ്പൊ റോസിന്റെ മുൻപിലാണ് ഇങ്ങനെയൊരു ക്രൈസിസ് ജീവിതത്തിൽ വന്നതെന്നിരിക്കട്ടെ, സോന ഫേസ് ചെയ്യുന്ന ക്രൈസിസ്, റോസ് എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനൊരു ക്രൈസിസ് വന്നാല് റോസ് ഇങ്ങനെ പ്രണയത്തിലകപ്പെട്ടു. റോസ് പ്രണയത്തിലകപ്പെട്ട ഇതര മതസ്ഥൻ
ഒരു പറ്റീരാണെന്ന് എവിടെയെങ്കിലുമൊക്കെ തോന്നുന്നു. റോസ് എങ്ങനെയാ അതിനെ സ്കിപ്പ് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നേരത്തെ പറഞ്ഞ അതേ ഒരു ഉത്തരത്തോട് എന്താ പറയാ കണക്ട് ചെയ്യാനാ എനിക്ക് താല്പര്യം. കാരണം നിലവിൽ അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കത് വീട്ടിൽ പറയാനൊരു സ്പേസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം വീട്ടിൽ പറയാനൊരു സ്പേസ് ഉണ്ട്. ഇനി അത്രമേൽ വീട്ടിൽ പോലും പറയാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വീട്ടിൽ പറയാൻ സ്പേസ് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അല്ലെങ്കിൽ അത്രമാത്രം ആത്മാർത്ഥ സൗഹൃദങ്ങൾ എനിക്കുണ്ട്. വെരി ഗുഡ്. ഒന്നല്ല, അത്രമേലും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ആൾക്കാർ. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ഇതിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അച്ഛനറിയാലോ നമ്മൾ എങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് എന്തായാലും എന്താ പറയാ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ. ഇത് റോസ് പറഞ്ഞു കൊടുത്ത പാഠം അനേകർക്കൊരു ദിശാബോധമാണ്. തിരിഞ്ഞോ? പേരൻസിന്റെ അടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഇനി അങ്ങാനും അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്ത സ്പോട്ടിലാണെങ്കിൽ നല്ല സൗഹൃദങ്ങൾ അത് പങ്കുവയ്ക്കാനുണ്ട്. അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് നമുക്കും പ്രാർത്ഥിക്കാനും ആശംസിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ ഉള്ളത്. നമുക്കറിയാം എല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമാണ് ഇല്ലേ? കൊടുക്കുന്നവരും വാങ്ങുന്നവരും സ്വീകരിക്കുന്നവരും നൽകുന്നവരും എല്ലാവരും പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെയോ കുറ്റപ്പെടുത്താതെ മുഴുവനായിട്ടും ഒന്ന് പോസ് ചെയ്ത് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതും ഒന്ന് പോസ് ചെയ്യാം അല്ലേ? ഓക്കെ, സന്തോഷം. താങ്ക് യു.